ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ് ഓഫീസിലെ. അപ്പോൾ ഞാനിന്ന് എത്തിയ ദിവസം വളരെ അടിപൊളി ദിവസമായിരുന്നു. കാരണം ഇന്ന് അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. ഞാനെത്തി കുറച്ച് കഴിഞ്ഞ ഉടനെ അവർ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു, എന്നാലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ കൂളായിരുന്നു കേട്ടോ, എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന കാര്യമൊന്നും വന്നില്ല. എന്തായാലും നമ്മൾ ടാസ്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ് പരിപാടി എന്നുണ്ടെങ്കിൽ സുന്ദരിനെ വരക്കാനായിരുന്നു. അത് നമ്മുടെ ഷിഫാൻ അങ്ങ് ഏറ്റെടുത്തു ഗൈസ്. സുന്ദരിക്ക് പിരികം വരെ കറക്റ്റായിട്ട് ത്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ആയിട്ട് കുട്ടി വരച്ചതിന്. സുന്ദരിനെ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർ സെറ്റ് ആക്കാനുണ്ടോ, കസാരക്കളി കളിക്കാൻ വേണ്ടി. സത്യം പറയുകയാണെങ്കിൽ ഗൈസ്, എനിക്ക് അവിടെ ക്രിസ്മസിന്റെ ആ സെലിബ്രേഷൻ അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അറിയാതെ പച്ചിട്ട് പോയതാണ്. പക്ഷെ അതിനെന്തോ ഒരു മാച്ച് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്. പിന്നെ നമ്മൾ കാലിൽ ബലൂൺ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു കുഞ്ഞു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്നിട്ടു. ക്രിസ്മസ് ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഒരു കുഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടി വിയിൽ പാട്ടിട്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ ഗൈസ്, ഒരു ഇത് കുറച്ച് കഴിഞ്ഞാണ് സാറ് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം ഗൈസ് നമ്മൾ ഡയലോഗ് സെറ്റ് ആക്കായി. നമുക്ക് കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറയും കൊണ്ട് വന്നു. ഇനി നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരോ ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. എങ്ങനെ ആ വീഡിയോയിൽ ഇരിക്കാന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ബുക്കൊക്കെ നോക്കി ഞാൻ ഡയലോഗ് സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ വരുന്നു കേട്ടോ. ആക്ച്വലി എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ എന്നോട് ക്ഷമിക്കണം ഗൈസ്. പിന്നെ എന്നെ കണ്ടില്ല ഗൈസ്, എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്താണ്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ക്യാപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറുമാരെ വിളിച്ചു. സാറുമാർ വന്നു ഗൈസ്. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കേക്ക് പീസാക്കുന്ന പരിപാടിയായിരുന്നു. ഷിഫാനാണ് മെയിനായിട്ട് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഞാൻ ഷിഫാനോട് പറഞ്ഞു എനിക്ക് കമ്മീഷൻ തരാം കേക്ക് കുറച്ച് കൂടുതലായിട്ടെന്ന്. എന്നാലും ഷിഫാൻ അടിപൊളിയായിട്ട് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു ഗൈസ്. ഗൈസ്, കേക്ക് വളരെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് പരിപാടിയാണല്ലോ ഇത് നീറ്റാക്കി കൊടുക്കാനുള്ളത്. അത് നമ്മളങ്ങനെ നീറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗൈസ് കസരക്കളി ആരംഭിച്ചു. കസരക്കളി അടിപൊളിയായിട്ട് തന്നെ റൺ ചെയ്തു. അതിൽ നമ്മുടെ സാറ് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് ടാസ്ക് ഗൈസ് സുന്ദരിക്ക് പൊട്ടുള്ള എന്നുള്ളതാണ് ഗൈസ്. സുന്ദരിക്ക് പൊട്ടുള്ള ഫുൾ കോമഡി ആയിരുന്നു. എന്തായാലും ഗൈസ് ഞാൻ നല്ല കറക്റ്റായിട്ട് തലമുറ തന്നെ കൊണ്ടുപോയി പൊട്ടിട്ടെന്ന് വേണ്ടി പറയാം. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു കുഞ്ഞു ചലഞ്ചസ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് തന്നത്. അതിലെനിക്കിങ്ങനെ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ള ഒരു കുഞ്ഞു ഗെയിമായിരുന്നു. അങ്ങനെ സാറിനെ വരയ്ക്കാനും ചിലവർക്ക് പറയാനുള്ളത്, ചിലർക്ക് എന്താ പറയുക കുടിക്കാനും ഓട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഷിഫാനെ കിട്ടിയത് അടിക്കാനായിരുന്നു ഗൈസ്. അവൾ നന്നായിട്ടിത് കൊടുത്തു. ഇതൊക്കെ എക്സ്പ്രഷൻ ഇല്ലാന്ന് ആരെങ്കിലും തന്നാലും ചേച്ചിക്ക് വീണ്ടും പറയാനായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.